ഹലോ പ്രൈസ് ലോർഡ്. ബ്ലസ് പബ്ലിക്കേഷൻ അവതരിപ്പിക്കുന്ന ബ്ലസ് മെഗാ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. ഇത് ഇന്നലെ നടന്ന ബൈബിൾ ക്വിസിൻ്റെ വിന്നറിനെ പറയുകയാണ്. എപ്പിസോഡ് 1-ൻ്റെയാണ്. നമ്മൾ എല്ലാവരും ഉത്തരവെഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ദിവസം മുതൽ ഉത്തരവെഴുതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് വിന്നറിനെ പറയുകയാണ്, ഇന്നലത്തെ വിന്നറിനെ. ഒന്ന്, എല്ലാവരും മുമ്പ് റെഫറൻസ് നമ്പർ കിട്ടിയവർ അത് എഴുതാൻ മറക്കരുത്. ഞങ്ങൾ ഈ ആഴ്ചയുടെ മൊത്തം എല്ലാ ദിവസവും ഉത്തരം അയക്കുന്നവർക്ക് ആ പഴയ റെഫറൻസ് തന്നെയായിരിക്കും, അല്ലാത്തവരുടെ റെഫറൻസ് മാറി വരുന്നതായിരിക്കും. അടുത്ത്, എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ അഡ്രസ്സ് അയക്കണം. പേര് ശ്രദ്ധിക്കുക, പേര്, വീട്ടുപേര്, സ്ഥലപ്പേര്, നിങ്ങളുടെ സ്ഥലത്തിന് അടുത്ത് അറിയപ്പെടുന്ന ഒരു വലിയൊരു പ്രദേശമുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര്, അടുത്തുള്ള ഡിസ്ട്രിക്റ്റ്, ഫോൺ നമ്പർ. ചിലർ വാട്സപ്പ് നമ്പർ ഒന്നായിരിക്കും, ഫോൺ നമ്പർ മറ്റൊന്നായിരിക്കും. നിങ്ങളുടെ വാട്സപ്പ് നമ്പറാണെങ്കിൽ വാട്സപ്പ് നമ്പരും ഫോൺ നമ്പരും ഒന്നാണെങ്കിൽ അത് എഴുതുക. ഇനി അല്ല രണ്ടും ആണെങ്കിൽ രണ്ടും എഴുതാൻ മറക്കരുത്. കാരണം ഞങ്ങൾ ഗിഫ്റ്റ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാതെ മടങ്ങി വന്നാൽ പിന്നെ ഞങ്ങൾ അയക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പലരുടെയും കഴിഞ്ഞ വർഷം മടങ്ങി വന്നതുകൊണ്ടാണ് ഇത് ഞങ്ങൾ ഓർപ്പിക്കുന്നത്. അടുത്ത്, ചോദ്യം വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവൂ. ആരെങ്കിലും പുതിയതായിട്ട് സംബന്ധിക്കുന്നെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ ഒരു നിയമാവലി വീഡിയോ ഇറക്കിയിരുന്നു. അത് നിങ്ങൾ ചെന്ന് കാണുന്നത് വളരെയധികം നല്ലതായിരിക്കും. അടുത്ത്, പൂർണ്ണമായും ശരി ഉത്തരം അയക്കുന്നവർക്ക് മാത്രമാണ് ഞങ്ങൾ നറുക്കെടുപ്പിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പോയിൻ്റ് നൽകുന്നതായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ചിലർക്ക് ചില ദിവസങ്ങളിൽ വരുന്ന ട്രിക്കി ക്വസ്റ്റ്യനൊക്കെ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നിങ്ങൾ മറ്റു ക്വസ്റ്റ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ രേഖപ്പെടുത്തി വിടുക. അടുത്ത്, ഏത് ദിവസമാണെന്ന് എഴുതാൻ മറക്കരുത്. ഡേ ഏതാണെന്ന് എഴുതാൻ മറക്കരുത്. ഉദാഹരണം, ഇന്നലെ 1 ആയിരുന്നു, നാളെ 2 ആണ്, മറ്റന്നാൾ 3 ആണ്. ആ രീതിയിൽ എഴുതാൻ മറക്കല്ലേ. അടുത്തത്, ആദ്യത്തെ 25 മിനിറ്റിന് അകത്തുനിന്ന് അയക്കുന്നവർക്കാണ് നമ്മൾ നറുക്കിട്ട് ഒരു വാക്യ ബോർഡ് കൊടുക്കുന്നത്. ടോട്ടലി അയക്കുന്നവരിൽ നിന്ന് നറുക്കിട്ടാണ് 4 വാക്യ ബോർഡ് കൊടുക്കുന്നത്. ഉദാഹരണം ഒരിക്കൽ കൂടെ പറയുന്നു, ആദ്യത്തെ 25 മിനിറ്റിനകത്ത് അയക്കുന്നവർക്കാണ് നറുക്കിട്ട് ഒരു ബൈബിൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉത്തരം മൊത്തത്തിൽ അയക്കുന്നവരിൽ നിന്ന് നറുക്കിട്ടാണ് 4 വാക്യ ബോർഡ് കൊടുക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ പുതിയ വർഷത്തെ വിന്നറിനെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ പങ്കെടുത്തു. അതിൽ വളരെയധികം സന്തോഷം. വളരെയധികം ഫാസ്റ്റായിട്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെയധികം ഫാസ്റ്റായിട്ട് പങ്കെടുക്കുവാനിടയെ. അതുപോലെ തന്നെ പുതിയതായിട്ട് വളരെയധികം ജനം ജോയിൻ ചെയ്തു. അതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാം. നമ്മുടെ ലക്ഷ്യം 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കുക, 5 അധ്യായം വീതം. ഇന്നത്തെ വിജയെ പറയുകയാണ്. 1, ബൈബിൾ ലഭിച്ചിരിക്കുന്നത് രഞ്ജിനി ഡിക്സൺ, ആനയറ, 1192. അത് പഴയ നമ്മുടെ റെഫറൻസ് നമ്പർ ഉള്ളത് കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആനയറ, തിരുവനന്തപുരമാണ്. കൺഗ്രാജുലേഷൻ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാക്യ ബോർഡ് ലഭിച്ചിരിക്കുന്നത് ജിൻസി, 1203, നാറാണി, വാക്യ ബോർഡ് ലഭിച്ചിരിക്കുന്ന. അടുത്ത് ഡോറ മേഴ്സി, 1020, മലയം. കൺഗ്രാജുലേഷൻ. അടുത്ത 4-മതായി ലഭിച്ചിരിക്കുന്നത് പുതിയ ആളാണ്. അതിൽ പേര് നമ്മുടെ ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ആ ഫോൺ നമ്പർ പറയുന്നു. 7559055448. ഒരിക്കൽ കൂടെ പറയുന്നു, 7559055448. കൺഗ്രാജുലേഷൻ. അടുത്ത് 5-മത് ലഭിച്ചിരിക്കുന്നത് റൂഫോസ്, കൊല്ലം, 1377. കൺഗ്രാജുലേഷൻ. ഇത്രയും പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. പങ്കെടുത്ത ഏകദേശം പേരും ശരിയുത്തരമായി അയച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.